നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഏറെ കോളിളക്കമുണ്ടാക്കിയ ജസ്ന തിരോധാന കേസിന്റെ അന്വേഷണം അവസാനിപ്പിച്ചതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CBI കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷെ അവിടെയും ജസ്ന എവിടെയാണെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. ജസ്ന തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ തള്ളി CBIയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ജസ്നയെ പറ്റി സൂചനയൊന്നുമില്ലെന്നും ജസ്ന മതപരിവർത്തനം ചെയ്തിട്ടില്ല എന്നുമാണ് CBI റിപ്പോർട്ടിലുള്ളത്. തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകൾക്ക് പങ്കില്ല. മതപരിവർത്തന കേന്ദ്രങ്ങൾ പരിശോധിക്കുകയും അയൽ സംസ്ഥാനങ്ങളിലും മുംബൈയിലും അന്വേഷിച്ചതായും CBI പറയുന്നു. CBI റിപ്പോർട്ടിന്റെ വിവരങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി BB വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇപ്പോഴും ജസ്ന എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷേ നേരത്തെ ക്രൈംബ്രാഞ്ച് പല രീതിയിലുള്ള നിഗമനത്തിലെത്തിയിരുന്നു. ജസ്നയെ ബാംഗ്ലൂരിൽ കണ്ടതായും മറ്റ് അയൽ സംസ്ഥാനങ്ങളൊക്കെ കണ്ടതായുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. CBIയും ആ രീതിയിലെല്ലാം അന്വേഷിച്ചു എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം? ടോം, ജസ്നയുടെ തിരോധാനത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CBIയുടെ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. ഇതിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ എന്നതിന് പോലും തെളിവില്ല എന്ന നിലയ്ക്കാണ്. ആ ഒരു നിഗമനത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. ഈ തിരോധാനം സംബന്ധിച്ച് ഇതുവരെയും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നതാണ്. 2018 സംഭവമാണ്. ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, പ്രത്യേക അന്വേഷണ സംഘം പരിശോധനകൾ നടത്തുന്നു, ഏറ്റവും ഒടുവിൽ CBI അന്വേഷിക്കുന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ ചില കണ്ടെത്തലുകളാണ് തമിഴ്നാട്ടിലേക്ക് അടക്കം പോയി എന്നത് ചില സംശയങ്ങൾ, ആ തരത്തിലുള്ള നിഗമനങ്ങൾ. പക്ഷേ അത് പൂർണ്ണമായും ഇപ്പോൾ CBI തള്ളിക്കളയുകയാണ്. മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്ന കാര്യം CBI ഉറപ്പിച്ച് പറയുന്നു. ഈ മതപരിവർത്തനം നടത്തുന്ന കേന്ദ്രങ്ങളിലേക്കും മതപഠനം നടത്തുന്ന ചില കേന്ദ്രങ്ങളിലേക്കുമൊക്കെയും പരിശോധന നീണ്ടു. അത് ഇസ്ലാം മതം, ഹിന്ദു മതം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ, അവിടെയെല്ലാം തന്നെ വിശദമായ പരിശോധന നടത്തി. ഏതാണ്ട് 9 സംസ്ഥാനങ്ങളിലാണ് CBI സംഘം ജസ്നയെ തിരഞ്ഞു പോയത്. പക്ഷേ ഇതുവരെയും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നതാണ്. പെൺകുട്ടി യാത്ര ചെയ്തതോ മറ്റെവിടെയെങ്കിലും എത്തിയതോ ആയി ബന്ധപ്പെട്ട് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നതാണ്. സിറിയയിലേക്ക് പോയെന്നും അവിടെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയായെന്നും തരത്തിലുള്ള ചില വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ CBI നേരത്തെ നിഷേധിച്ചതാണ്. ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടിലും പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായി വരുന്നത് ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ ഒരു സംശയം ഈ റിപ്പോർട്ട് പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ടോം, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ വിലയിരുത്തേണ്ടി വരും. ജസ്ന 2018 മാർച്ച് 24 വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. എരുമേലിയിൽ നിന്ന് ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനാണ് ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നത്. അച്ഛനും സഹോദരനും വീട്ടിൽ നിന്ന് പോയ ശേഷം അവിടെ നിന്ന് പുറപ്പെടുകയാണ്. മുക്കൂട്ടുതറയിൽ നിന്ന് അവർ ബസ്സിൽ കയറിയത് ഉൾപ്പെടെയുള്ള തെളിവുകൾ അല്ലെങ്കിൽ അതിനുള്ള സാക്ഷി മൊഴികൾ ഉൾപ്പെടെ ലഭിക്കുകയും ചെയ്തു. എരുമേലിൽ നിന്ന് മുണ്ടക്കയത്തേക്കുള്ള യാത്രയാണ്. മുക്കൂട്ടുതറ വരെ ഓട്ടോറിക്ഷയിലെത്തുകയും പിന്നീട് എരുമേലിൽ നിന്ന് ബസ്സിൽ കയറുകയുമായിരുന്നു. ഇത് സംബന്ധിച്ച വിവരങ്ങളൊക്കെയും പുറത്തു വന്നു. മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പോയത്. ATM കാർഡ് ഉപയോഗിച്ചിരുന്നില്ല. ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു, ആൺ സുഹൃത്തുണ്ടായിരുന്നു. ഇവർ പ്രണയത്തിലായിരുന്നില്ല എന്നത് അന്വേഷണത്തിൽ വ്യക്തമായ കാര്യമാണ്. മറ്റ് സൗഹൃദങ്ങളൊന്നും തന്നെ ജസ്നയ്ക്ക് ഉണ്ടായിരുന്നില്ല. അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു. ഈ പിതാവിനെയും സുഹൃത്തിനെയും നുണപരിശോധനയ്ക്ക് CBI വിധേയമാക്കി. ഈ റിപ്പോർട്ടിൽ പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങളിലൊന്നും വൈരുദ്ധ്യമില്ല. പിതാവിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നിരുന്നു. നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന വീടിൻ്റെ മണ്ണിളക്കി മാറ്റി അതൊരു ദൃശ്യം സിനിമ മോഡലിൽ തന്നെയുള്ള പരിശോധനയിലേക്ക് അന്വേഷണ സംഘം പോയിരുന്നു. 15 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് കാണാതായ സ്ഥലത്ത് നിന്ന് ആ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ജസ്ന പോയിട്ടില്ല എന്നൊരു നിഗമനം കൃത്യമായി ഉയർന്നു വന്നതാണ്. നമുക്കറിയാം, എരുമേലി ആ പ്രദേശങ്ങൾ വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ വനത്തിനുള്ളിൽ അന്വേഷണ സംഘം പലകുറി ഈ അന്വേഷണവുമായി പോയി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മൾ ഈ കേസിൻ്റെ നാൾ വഴി പരിശോധിക്കുമ്പോൾ പല സാഹചര്യങ്ങളും എതിരായി വന്നിരുന്നു. അതിലൊന്നാണ് പ്രളയം. 2018 പ്രളയം വന്നതോടെ അന്വേഷണം ഏറെക്കുറെ നിശ്ചലമായി. പിന്നീട് കോവിഡിൻ്റെ സാഹചര്യം, തമിഴ്നാട്ടിലേക്ക് അന്വേഷിച്ച് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്ന സമയത്താണ് കോവിഡ് എത്തുന്നത്. അവിടെയും അന്വേഷണം നിലച്ചു. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ അന്വേഷണ സംഘങ്ങൾക്ക് ഈ കേസുമായി മാത്രം ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ
മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയതിനോ അല്ലെങ്കിൽ പരിവർത്തനം നടത്തിയതിനോ എന്തെങ്കിലും ഒരു തെളിവില്ല എന്ന കാര്യം തന്നെയാണ്. മാത്രവുമല്ല, ഈ രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് ടോമിൻ ജെ തച്ചങ്കരി ഒരു പ്രത്യാശ പ്രകടിപ്പിച്ചത്, അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആ തരത്തിൽ അദ്ദേഹം മൊഴി നൽകിയതായി CBI റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ KG സൈമൺ ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം മറ്റ് തെളിവുകളൊന്നും ഈ മതപരിവർത്തനമായോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലേക്ക് പോയതുമായോ ബന്ധപ്പെട്ട് എന്തെങ്കിലും കൃത്യമായ തെളിവുകൾ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ ടീമിനോ കണ്ടെത്താനായിട്ടില്ല. ആ കാര്യവും CBI പറയുന്നുണ്ട്. പക്ഷേ ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്നും മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് കണ്ടെത്താനും ആകും, അങ്ങനെ ഒരു പ്രതീക്ഷ കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ വെച്ച് പുലർത്തിയിരുന്നെങ്കിൽ അത് അപ്പാടെ തള്ളുകയാണ് CBI. കാരണം അങ്ങനെ ഒരു വഴിയിൽ കൂടെ മാത്രമല്ല, മറിച്ച് ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയം. അവിടെയാണ് ടോം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. അങ്ങനെയെങ്കിൽ എവിടെ ജസ്ന മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മൃതദേഹം കണ്ടെത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ മരണത്തിലേക്കുള്ള നയിച്ച കാരണം അറിയേണ്ടതുണ്ട്. ജസ്നയെ ആരെങ്കിലും ശാരീരികമായി ഈ യാത്രക്കിടയിൽ ആരെങ്കിലും ശാരീരികമായി ഉപദ്രവിച്ചോ ബന്ധുവീട്ടിലെത്തിയോ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അത്യാഹിതമുണ്ടായോ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഒരു കൊലപാതകം നടന്നാൽ അല്ലെങ്കിൽ ഒരാൾ അപായപ്പെടുത്താൻ ശ്രമിച്ചാൽ അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം നമുക്ക് പരിശോധിച്ചാൽ അങ്ങനെ ഒരു മൃതദേഹം ഒളിപ്പിക്കുന്നതിന് കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ്, വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ ഒരു കൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൃതദേഹം ഒളിപ്പിക്കുന്നതിനും തെളിവുകൾ നശിപ്പിക്കുന്നതിനും കഴിയുന്ന തരത്തിലുള്ള ഒരിടമാണ്. അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ ആര് എന്നതാണ് ചോദ്യം വരുന്നത്. എന്തിന്, ആര്, എവിടെ വെച്ച് എന്നതടക്കമുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. CBI ക്ലോഷർ റിപ്പോർട്ട് നൽകുമ്പോഴും കേരളത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ്, അത് പ്രധാനമായും ഇതിലേക്ക് രാഷ്ട്രീയം വന്നു എന്നത് തന്നെയാണ്. ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ്. അത് മതമേലധ്യക്ഷന്മാരും മറ്റ് സാമുദായിക നേതാക്കളും എല്ലാം തന്നെ ഈ വിഷയം ഏറ്റെടുക്കുകയും കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യുകയും പോലീസ് അതിന് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ അടിസ്ഥാനമാക്കി ഹൈക്കോടതിയിൽ തന്നെ പല കേസുകൾ വരികയും ലവ് ജിഹാദ് എന്നൊരു സംഗതി ഇല്ല എന്ന് സംസ്ഥാന സർക്കാരിന് തന്നെ പറയേണ്ട ഒരു നില, ഈ തരത്തിലെല്ലാം വലിയ തോതിൽ ചർച്ചയ്ക്കിടയാക്കിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് ജസ്നയുടെ തിരോധാനം. ആ കേസിൽ ഇപ്പോൾ CBI റിപ്പോർട്ട് വന്നിരിക്കുന്നു. നുണപരിശോധനയിൽ ഈ പറയുന്നത് പോലെ അച്ഛനും സുഹൃത്തും പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. യെല്ലോ നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു. അത് ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടിയാണ്. മതപഠനശാലകളും അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തുന്ന കേന്ദ്രങ്ങളും അവിടെ എല്ലാം പരിശോധന നടത്തി, മറ്റ് സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് പരിശോധന നടത്തി. പക്ഷേ ഒരാൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ നമുക്കറിയാം, ഈ കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികളടക്കം IS-ൽ ചേർന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ജസ്ന കേസിനെയും ആ രീതിയിലേക്ക് വഴിതിരിച്ചുവിടാൻ ഒരു ശ്രമം നടന്നത്. അതായത് ജസ്നയുടെ തിരോധാനത്തിന് പിന്നിലും ഈ രീതിയിലുള്ള ഒരു മതപരിവർത്തനം ഉണ്ടാകാം. നേരത്തെ വിനോദ് തന്നെ സൂചിപ്പിച്ചതുപോലെ ജസ്ന സിറിയയിലേക്ക് പോയിരിക്കാം എന്ന രീതിയിലൊക്കെ പല രീതിയിലുള്ള ചർച്ചകൾ നടന്നത്. അതായത് പിന്നീട് മതമേലധ്യക്ഷന്മാരടക്കം ഈ വിഷയം ചൂണ്ടിക്കാണിച്ചതാണ്, ഉയർത്തിക്കൊണ്ടുവന്നതാണ്. ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്, ജസ്ന ആ രീതിയിൽ ലവ് ജിഹാദിന് കുടുങ്ങിയ ഒരു പെൺകുട്ടിയാണെന്നൊക്കെ രീതിയിലുള്ള പല ആരോപണങ്ങളും ഒക്കെ ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതെന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരം ഒരു ആരോപണം ഈ മതപുരോഹിതന്മാരും അതോടൊപ്പം ഈ കുടുംബവും അടക്കം അത്തരമൊരു ആരോപണവുമായി രംഗത്തെത്താൻ കാരണം? അങ്ങനെ എന്തെങ്കിലും പ്രണയബന്ധങ്ങൾ ജസ്നയ്ക്കുള്ളതായി എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നോ? മാത്രമല്ല, ജസ്ന എന്തുകൊണ്ടാണ് ജസ്നയെ സംസ്ഥാനം വിട്ടതായിട്ടുള്ള രീതിയിലുള്ള ചില സൂചനകളൊക്കെ അന്ന് പുറത്തു വന്നിട്ടും ആ രീതിയിൽ അന്വേഷണം ഒന്നും ഊർജിതമായി പുരോഗമിക്കാതിരുന്നത്? ടോം, ഇതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതിൽ ആദ്യത്തേത്, ജസ്ന അങ്ങനെ ഒരു ലവ് ജിഹാദിൻ്റെ ഭാഗമായെങ്കിൽ ജസ്നയുടെ മൊബൈൽ ഫോൺ, അതിൽ കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ നിരന്തരം വിളികൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ജസ്നയുമായി ബന്ധപ്പെട്ട ആളുകൾ, ആ ഫോൺ കോളിൽ അത്തരത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയില്ല. കൂടെ പഠിക്കുന്ന കുട്ടികൾ, അവരെ വിശദമായി ചോദ്യം ചെയ്ത് ഇത് കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നമ്മൾ ഇന്ന് പോലും സംസാരിച്ചാണ്. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥർ, ചില ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ച ശേഷമാണ് അവർ പറയുന്നത് ജസ്നയുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു. ജസ്നയുടെ ഫോൺ കോളുകൾ, ഇനി ഈ ഫോണിന് പുറമെ ജസ്ന മറ്റേതെങ്കിലും ഫോൺ രഹസ്യമായി ഉപയോഗിച്ചോ എന്നത് പരിശോധിക്കാൻ അവിടുത്തെ ടവർ ലൊക്കേഷൻ കൃത്യമായി ഏതെങ്കിലും ഒരു ഫോൺ ഈ ഉടമസ്ഥനില്ലാത്ത തരത്തിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് കോളുകൾ പോവുകയും വരികയും ചെയ്തോ എന്ന കാര്യങ്ങളടക്കം പരിശോധിച്ചു. വനത്തിൽ പരിശോധന നടത്തി. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു വശത്ത് പരിശോധന പൂർത്തിയാക്കിയെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്ന് തന്നെ ഈ പഴയ അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്,
ഒരു മതപരിവർത്തനം ഉണ്ടായാൽ സ്വാഭാവികമായും അത് അങ്ങനെയുള്ള ഒരു സംഘടന അത് മറച്ചു വയ്ക്കില്ല. കാരണം ഇവിടെ നടന്ന എല്ലാ മതപരിവർത്തനങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും വിവരങ്ങളും പുറത്തു വന്നതാണ്. അല്ലെങ്കിൽ ഈ പരിവർത്തപ്പെട്ട് ചെല്ലുന്ന സംഘടനയുണ്ട്, അതിൻ്റെ ആളുകൾ തന്നെ ഇങ്ങനെ ഞങ്ങളുടെ മതത്തിലേക്ക് ഒരാൾ വന്നു എന്ന കാര്യം പറയുന്നതാണ് രീതി. അങ്ങനെ പറയാനാണ് അവർ അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആരും മൂടി വെക്കേണ്ട കാര്യമില്ല. ജസ്നയെ അങ്ങനെ പരിവർത്തപ്പെടുത്തിയിട്ട് അത് രഹസ്യമാക്കി വെക്കേണ്ട കാര്യമില്ല. പരസ്യമാക്കുക എന്നതാണ് ഇങ്ങനെ മതപരിവർത്തനം നടത്തുന്നവരുടെ തന്നെ ലക്ഷ്യം എന്ന് കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഈ നിഗമനങ്ങൾ നമ്മൾ ശരിവെക്കുകയാണെങ്കിൽ മതപരിവർത്തനമല്ല എന്ന ഒരു വിലയിരുത്തലിലേക്ക് പോകേണ്ടി വരും. അവിടെയാണ് ചോദ്യമുയരുന്നത്, വീട്ടിൽ നിന്ന് ഫോണും ATM കാർഡും എടുക്കാതെ ജസ്ന ഏതെങ്കിലും കാര്യത്തിൽ നിരാശയായാണോ വീട്ടിൽ നിന്ന് പോയത്? അങ്ങനെയെങ്കിൽ ഇതൊരു ആത്മഹത്യയായിരുന്നോ? ഈ ആത്മഹത്യ ചെയ്യുന്ന സ്ഥലങ്ങൾ, ആത്മഹത്യ സ്പോട്ടുകൾ അതെല്ലാം പരിശോധിച്ചെന്ന് CBIയും പറയുന്നുണ്ട്. പക്ഷേ എല്ലാ ആളുകളും ഇങ്ങനെയുള്ള സ്പോട്ടുകളിൽ ചെന്ന് തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്നില്ല. ഇവിടെ നമ്മൾ അങ്ങനെ സ്ഥിരീകരണമൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും ഒരുപക്ഷെ അങ്ങനെ ഒരു ജീവനൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ, ആ മൃതദേഹം കണ്ടെത്താനാകാതെ പോയതെങ്കിൽ അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നു. മറ്റൊന്ന്, ഇങ്ങനെ പോയ പെൺകുട്ടിയെ ആരെങ്കിലും ശാരീരികമായി ആക്രമിക്കുകയോ പിന്നീട് അത് കൊലപാതകത്തിൽ കലാശിക്കുകയും ഈ പ്രതി അല്ലെങ്കിൽ പ്രതികൾ ഈ മൃതദേഹം കണ്ടെത്താനാകാത്ത വിധം ഒളിപ്പിക്കുകയോ ചെയ്തെങ്കിൽ അതൊരു സാധ്യത. ഇനി ഇതൊന്നുമല്ല, ജസ്ന സ്വന്തം നിലയ്ക്ക് എവിടേക്കെങ്കിലും പുറപ്പെട്ടു പോയെങ്കിൽ, പക്ഷേ ആ ഒരു സാധ്യതയിലാണ് സംശയങ്ങൾ. കാരണം ഒരാൾ പുറപ്പെട്ടു പോയാൽ എത്ര നാൾ ഒളിവിൽ കഴിയാൻ കഴിയും? പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി അങ്ങനെ പോകുന്നു. 3000-ഓളം ആളുകളാണ് ജസ്നയെ കണ്ടു എന്ന തരത്തിൽ പോലീസിനെ വിവരമറിയിച്ചത്. പക്ഷേ ഇതൊന്നും ശരിയായിരുന്നില്ല. അങ്ങനെ ഒരാൾക്ക് ഒളിച്ചു നിൽക്കാൻ കഴിയുമോ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ജസ്ന ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ CBI സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് ജസ്ന ജീവനോടെ ഉണ്ടെന്നും ചില സൂചനകളുണ്ടെന്നും അങ്ങനെ ഒരു വാദം ഉയർത്തി. ആ വാദം പൂർണ്ണമായി CBI അവരുടെ റിപ്പോർട്ടിലൂടെ തള്ളിക്കളയുകയാണ്. ടോം, പക്ഷേ ഈ ജസ്നയുടെ പിതാവ്, നമുക്കറിയാം, ഒരു മകളുടെ തിരോധാനത്തിന് പിന്നാലെ ഏറെ വേട്ടയാടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ജെയിംസ്, ജസ്നയുടെ പിതാവ് ജെയിംസ്. ഈ ജെയിംസിനെ തുടക്കത്തിൽ സംശയനിഴലിൽ നിർത്തുന്നു, ചോദ്യം ചെയ്യുന്നു. ആ രീതിയിലുള്ള പരിശോധനകൾ അവിടെ വീട് കേന്ദ്രീകരിച്ച് നടക്കുന്നു. അതിന് ഈ ജസ്നയുടെ പിതാവിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് സംശയനിഴലിൽ നിർത്തിയതിന് പിന്നിലെ ദുരൂഹത മറ്റാരുടെങ്കിലും ഇടപെടലുണ്ടായിരുന്നോ? കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ CBI അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞത് പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ്. തുടക്കത്തിൽ കേസ് അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് ജസ്നയെ കണ്ടെത്താൻ കഴിയാത്തതെന്ന്. ഈ ഒരുപക്ഷെ ആ രീതിയിലുള്ള ഇടപെടലൊക്കെ ഈ ജസ്നയുടെ പിതാവിനെയൊക്കെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി, സംശയം നിലനിർത്താൻ വേണ്ടിയൊക്കെ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിരുന്നോ? അങ്ങനെയെങ്കിൽ ആരായിരിക്കാം? അവരുടെ ഈ ഇടപെടൽ കൂടി പരിശോധിക്കേണ്ടതല്ലേ വിനോദ്? ടോം, 2018 നടന്നൊരു സംഭവമാണ്. ഇതിൻ്റെ സകല വശങ്ങളും അന്വേഷണ സംഘങ്ങൾ അരിച്ച് പിറക്കിയതാണ്. ജസ്നയുടെ വീട്ടുകാർ, പ്രത്യേകിച്ച് അച്ഛനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന തുടങ്ങി പല കാര്യങ്ങൾ ചെയ്തു. അവിടെയാണ് പിതാവിനും ഈ ജസ്നയുടെ സുഹൃത്തിനും ക്ലീൻ ചിറ്റ് നൽകുന്ന നിലയിലേക്ക് ഇപ്പോൾ CBI എത്തിയിരിക്കുന്നത്. കാരണം ഇവർ പറയുന്നത് വാസ്തവ വിരുദ്ധമല്ല. ഇവരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കി അവർ പറയുന്ന കാര്യങ്ങൾ, അവർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ CBI റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റ് ആരോപണങ്ങൾ, ആ സമയത്ത് അവിടുത്തെ ജനങ്ങൾ തന്നെ ഇതിൽ നീതി വേണം എന്ന ആവശ്യവുമായി രംഗത്തേക്ക് വരികയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം മന്ദീഭവിച്ച പോലീസ് അന്വേഷണം പിന്നീട് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞാണ് ജസ്ന പരീക്ഷ എഴുതിയില്ല എന്നത് കണ്ടെത്തിയതോടുകൂടിയാണ് ഈ അന്വേഷണം ഒന്ന് ഊർജിതമാകുന്നത്. പിന്നീട് പല കോണുകളിൽ നിന്നായി കോണുകൾ കേന്ദ്രീകരിച്ചൊക്കെയുമുള്ള അന്വേഷണവും പരിശോധനകളും നടന്നു. പോലീസിൻ്റെ അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച്, CBI, ഇതിൽ സംശയിക്കുന്ന ആളുകൾ, ഈ വീടുമായി ബന്ധമുള്ള ആളുകൾ, പരിസരവാസികൾ, ജസ്ന മുണ്ടക്കയത്തേക്ക് പോയ വീട്ടിലെ ബന്ധുക്കൾ തുടങ്ങി ജസ്നയുടെ സുഹൃത്തുക്കൾ, അധ്യാപകർ തുടങ്ങി വിവിധ ആളുകളിൽ നിന്ന് അന്വേഷണ സംഘങ്ങൾ മൊഴികൾ ശേഖരിച്ചു, വിവരശേഖരണം നടത്തി. പക്ഷേ ഈ എരുമേലിൽ നിന്ന് ബസ്സിൽ കയറി പുറപ്പെട്ട ജസ്ന 2018 ഒരുപാട് കാലം മുൻപല്ല, CCTV ഉള്ള സമയമാണ്. മറ്റ് തെളിവുകൾ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. ഒരു പെൺകുട്ടി ബസ്സിൽ കയറിയാൽ എവിടെ ഇറങ്ങി, അല്ലെങ്കിൽ അടുത്ത ഏത് വാഹനത്തിൽ കയറി, ആ ഓട്ടോ സ്റ്റാൻഡ്, ടാക്സി സ്റ്റാൻഡ്, മറ്റ് ബസ്സുകൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ പരിശോധിക്കുകയും ശേഖരിക്കുകയും ചെയ്തു. അവിടെയാണ്
ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം, അതായത് ലോക്കൽ പോലീസ് അന്വേഷിച്ച് കഴിഞ്ഞ് IG-യുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം വന്നപ്പോൾ അവരുടെ ഒരു നിഗമനമായിരുന്നു 15 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ പുറത്തേക്ക് ജസ്ന പോയിട്ടില്ല എന്നത്. അത് ഏറെക്കുറെ ശരിയാണ് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ CBIയുടെ റിപ്പോർട്ട് വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജസ്ന പുറത്തേക്ക് പോയെങ്കിൽ അതിനെന്തെങ്കിലും ഒരു തെളിവ് വേണം, ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ കണ്ടെത്താൻ കഴിയണം. അജ്ഞാത മൃതദേഹങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ കണ്ടത് ഈ കേസുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചു. മതപഠനശാലകൾ, മതപരിവർത്തന കേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള സംഘടനകൾ, ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ തുടങ്ങി ഒട്ടനവധിയായ പരിശോധന ഈ വർഷങ്ങളിലെല്ലാം നടന്നു. ഏറ്റവും ഒടുവിൽ വിപുലമായ അന്വേഷണം CBIയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് അന്തിമമായി പറയുമ്പോൾ അവിടെയാണ് ജീവനോടെ ഉണ്ടോ എന്നൊരു സംശയം ഉയർന്നു വരുന്നത്. വ്യക്തമാണ്. VV വിനോദ് സൂചിപ്പിച്ചതുപോലെ ജസ്ന എവിടെയാണെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ജസ്ന തിരോധാനത്തിൽ നിരവധി ദുരൂഹതകളുണ്ട്. കാരണം തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്ത് അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടായെന്ന് പിതാവ് ആരോപിക്കുന്നു. പിതാവിനെ സംശയത്തിൽ നിർത്തുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു. ക്രൈംബ്രാഞ്ച് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലും സംസ്ഥാനത്തിന് പുറത്തുമടക്കം അന്വേഷണം നടത്തിയതാണ്. തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലുമൊക്കെ ജസ്നയെ കണ്ടവരുണ്ട് എന്ന രീതിയിലുള്ള പല വിവരങ്ങളും ക്രൈംബ്രാഞ്ചിന് അന്ന് ലഭിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് ആ രീതിയിൽ അന്വേഷണം നടത്തിയിരുന്നു. പിന്നീടാണ് പിതാവിൻ്റെ അപേക്ഷയെ തുടർന്ന് കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുക്കുന്നത്. CBI ഇപ്പോൾ കേസ് അന്വേഷണം അവസാനിപ്പിച്ചതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അവിടെ ക്രൈംബ്രാഞ്ചിന്റെ നിഗമനങ്ങൾ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് CBI. ജസ്ന ഒരു മതപരിവർത്തനം നടത്തിയിട്ടില്ല. മുംബൈയിലും മറ്റയൽ സംസ്ഥാനങ്ങളിലും ഈ മതപരിവർത്തന കേന്ദ്രങ്ങളിലും അടക്കം ജസ്നയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെന്നും CBI വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ജസ്ന എവിടെയാണെന്ന കാര്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യാ കേസാണ്. ഷഹനയുടെ ആത്മഹത്യയിലെ പ്രതികളെ സഹായിച്ച പോലീസുകാരനെതിരെ ഒടുവിൽ നടപടി വന്നിരിക്കുന്നു. കടക്കൽ സ്റ്റേഷനിലെ CPO നവാസിനെതിരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അന്വേഷണ വിവരം നവാസ് പ്രതികൾക്ക് ചോർത്തി നൽകിയെന്ന് കണ്ടെത്തിയിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, വലിയ രീതിയിൽ, അതായത് പ്രതികളെ ഒളിവിൽ പോകാൻ പോലും സഹായിച്ച, പോലീസിന്റെ അന്വേഷണ വിവരങ്ങൾ ചോർത്തി നൽകിയ ഒരു വ്യക്തിയാണ് ഈ നവാസിനെതിരെ ഒടുവിൽ നടപടി വന്നിരിക്കുന്നു. വിശദാംശങ്ങൾ. ഈ ഷഹനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ ഭർത്തൃ കുടുംബാംഗങ്ങളെ അടക്കം പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് കടക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വലിയ തരത്തിൽ ഉയരുന്നതിനിടയിലാണ് ഈ പ്രതികൾക്ക് അന്വേഷണ സംഘത്തിൻ്റെ വിവരങ്ങൾ അല്ലെങ്കിൽ നീക്കങ്ങൾ കടക്കൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ നവാസ് ചോർത്തി നൽകിയെന്ന ഗുരുതരമായ ആരോപണം ഉയർന്നത്. അതേ തുടർന്ന് തിരുവല്ലം സർക്കിൾ ഇൻസ്പെക്ടർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ CS നാഗരാജുവിന് കൈമാറി. അതിൻ്റെ പശ്ചാത്തലത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ വസ്തുതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നവാസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി കമ്മീഷണർ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ പോലീസ് നൽകുന്ന വിശദീകരണം നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ അവരെ പിടികൂടാൻ കഴിയുമെന്നാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഷഹനയുടെ ആത്മഹത്യ വിവാദമായതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയർ ഒളിവിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ ആ പോലീസിനെ കണ്ണുവെട്ടിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൽ കൃത്യമായി ആരുടെയോ സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സഹായം ലഭിച്ചിരിക്കുന്നത് ഈ സിവിൽ പോലീസ് ഓഫീസറുടെ ഭാഗത്ത് നിന്നാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും അദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടിയെടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി വിശദമായ അന്വേഷണം നടക്കും. ഈ തിരുവല്ലം സർക്കിൾ ഇൻസ്പെക്ടർ അടക്കം നമുക്ക് ലഭ്യമാക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വൈകാതെ തന്നെ പ്രതികൾ പിടിയിലാകും. അവരിലേക്ക് എത്തുന്ന നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നതും. ടോം, ഡാൻ, ഈ ഷഹനയുടെ മരണം സംഭവിച്ചു, ഷഹന ജീവനൊടുക്കിയിട്ട് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്നു, ഏകദേശം 10 ദിവസത്തോളം ആവുകയാണ്. ഇതുവരെയും ഈ പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് പോലീസിന്റെ അന്വേഷണത്തിലെ ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയല്ലേ? വലിയ പ്രതിഷേധങ്ങളടക്കം ഷഹനയുടെ ആത്മഹത്യാ കേസിൽ ഉയർന്നു വന്നതല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് ഈ ആത്മഹത്യ നടന്ന ഇത്രയധികം ദിവസങ്ങൾ പിന്നിടുമ്പോഴും എന്തുകൊണ്ടാണ് പോലീസിന് ആ പ്രതികളെ പിടികൂടാൻ കഴിയാതെ പോയത്, അല്ലെങ്കിൽ ആരോപണ സ്ഥാനത്തുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്യാൻ പോലും എന്തുകൊണ്ട് കഴിയാതെ പോയി എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ്
യുവജന സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ തിരുവല്ലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടക്കുന്ന സാഹചര്യമുണ്ടായത്. ഇന്നലെ അടക്കം യൂത്ത് കോൺഗ്രസിൻ്റെയും മറ്റും നേതൃത്വത്തിൽ ഈ തിരുവല്ലം പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് അനാസ്ഥ കാണിക്കുകയാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെയൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കൃത്യമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അതായത് പ്രതികളുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഉള്ള സൂചനകളാണ് അവർ പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകാതെ അറസ്റ്റ് ഉണ്ടായേക്കും, ഒരുപക്ഷെ ഇന്ന് തന്നെ അത്തരത്തിലുള്ളൊരു അറസ്റ്റ് നടപടികൾ ഉണ്ടായേക്കുമെന്ന വിവരങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് ഈ പ്രതികൾക്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തി നൽകിയ പോലീസിന്റെ അന്വേഷണത്തിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് രഹസ്യമായ നീക്കങ്ങൾ ഇവർക്ക് ചോർത്തി നൽകിയെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഈ പട്ടികയിൽ അല്ലെങ്കിൽ ഈ പ്രതിസ്ഥാനത്തുള്ളവർ ഈ ഭർത്തൃ വീട്ടുകാരുടെ ഷഹനയുടെ ഭർത്തൃ വീട്ടുകാരുടെ ബന്ധു കൂടിയായ നവാസിനെതിരെ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഭാഗത്തു നിന്ന് വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നത്. ടോം, ഈ ഭർത്താവിനെ കൂടാതെ മറ്റാരെയൊക്കെയാണ് ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്? കാരണം ഷഹന ഭർത്തൃ വീട്ടില് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നതാണ്. പോലീസിന് ഷഹനയുടെ ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് ഓരോ വിവരങ്ങളും സമർപ്പിച്ചതാണ്, കൃത്യമായ തെളിവുകൾ സമർപ്പിച്ചതാണ്. ഇപ്പോൾ ആരൊക്കെയാണ് ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്? അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ, അതായത് ഈ ഭർത്താവിനെ അല്ലെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങളെ എന്ന് മാത്രമാണ് പോലീസ് നൽകുന്ന സൂചന. അവരിൽ ആരൊക്കെയാണ് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ, ഷഹനയുടെ ഈ കുടുംബാംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പോലീസിനോട് ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങളിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന മുഴുവൻ പേരെയും കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയാണ് എന്നാണ് പോലീസ് പറയുന്ന വിവരം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളാണ് നൽകുന്നത്. എന്തായാലും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായിരുന്നവർ ഒളിച്ചോടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോടുന്ന ഒരു സാഹചര്യം, പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട അനാസ്ഥ. അത്തരത്തിലൊരു നീക്കം അവർക്ക് ഉണ്ടായതിന് പിന്നിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞതിന് പിന്നിൽ കൃത്യമായ ഒരു രഹസ്യമായ വിവരങ്ങൾ ചോർത്തി നൽകിയതാണ് അതിലേക്ക് നയിച്ചത് എന്നൊരു സ്ഥിരീകരണം കൃത്യമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൽ ആരോപണ വിധേയനായ ഇവരുടെ ബന്ധു കൂടിയായ നവാസിനെതിരെ, സിവിൽ പോലീസ് ഓഫീസറായ നവാസിനെതിരെ ഇത്തരത്തിൽ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ കേസിൽ ആരോപണ വിധേയരായവരിൽ നിർണായകമായി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾക്ക് വിധേയരായ ആളുകളടക്കം ഒരുപക്ഷെ പോലീസിന്റെ പിടിയിലായേക്കുമെന്ന സൂചനകൾ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവെക്കുന്നതും. ടോം, യെസ്, വ്യക്തമാണ്. ഡാൻ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഏറെ നടുക്കുന്നൊരു വാർത്ത കൂടി തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ 1.5 വയസ്സുകാരനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി. അനന്തൻ എന്ന 1.5 വയസ്സുകാരനെ കിണറ്റിലെറിഞ്ഞത് മാതാവിന്റെ സഹോദരിയാണ്. മാനസികാസ്വാസ്ഥ്യമുള്ള ബിന്ദുവിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഡാൻ, കഴിഞ്ഞ ദിവസം തന്നെയാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് സ്വന്തം അമ്മ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതിന്റെ വാർത്തകൾ പുറത്തു വന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ഒരമ്മയുടെ സഹോദരിയുടെ ക്രൂരതയ്ക്ക് ഇരയായതൊരു 1.5 വയസ്സുകാരൻ. ഈ മാനസിക പ്രശ്നമാണോ ഈ രീതിയിലൊരു അരുംകൊലയ്ക്ക് കാരണമായത്? ടോം, ഇന്ന് ഉച്ചയോടെയാണ്, 12 മണി കഴിയുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വിളപ്പിൽശാല സൈമൺ റോഡിലാണ് ഇത്തരത്തിൽ ഈ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ ഈ കിണറ്റിൽ എറിഞ്ഞ് കൊല്ലുന്ന തരത്തിലുള്ള ദാരുണമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ 1.5 വയസ്സുകാരൻ്റെ അമ്മയുടെ, മാതാവിൻ്റെ സഹോദരി ബിന്ദുവാണ് ഇപ്പോൾ വിളപ്പിൽശാല പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇവർക്ക് ഏറെ നാളായി മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. അത്തരത്തിൽ മാനസിക പ്രയാസങ്ങൾ നേരിടുന്നതിനിടയിലാണ് മറ്റ് പ്രകോപനങ്ങളൊന്നുമില്ലാതെ ഈ പിഞ്ചു കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന നിലത്ത് ഇരിക്കുന്ന ആളാണ് മാതാവിൻ്റെ സഹോദരി. അവർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ അവിടേക്ക് തടിച്ചു കൂടുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ ഒരു സംഭവം അറിഞ്ഞതിന് പിന്നാലെ. തുടർന്ന് ഉടൻ തന്നെ വിളപ്പിൽശാല പോലീസും സ്ഥലത്തെത്തുകയായിരുന്നു. എന്തായാലും ഈ കുഞ്ഞിനെ വൈകാതെ തന്നെ പുറത്തെടുത്തു. പക്ഷേ മരണപ്പെട്ട നിലയിലായിരുന്നു. കാരണം വലിയ ആഴത്തിലാണ് ഈ കുഞ്ഞ് വീണത്. ഉടൻ തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. എന്തായാലും ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ടോം, ഡാൻ, ഇതേ രീതിയിൽ ഈ മാനസിക പ്രയാസമുള്ളപ്പോൾ ആ ഒരു അക്രമവാസന കാണിക്കുന്ന സ്ത്രീയാണോ ഈ ബിന്ദു? ഇതിനു മുൻപ് ഈ കുട്ടിയെ മറ്റാരെങ്കിലൊക്കെ അപായപ്പെടുത്താൻ ഇവരുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായിട്ടുണ്ടോ?
അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളൊന്നും നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ മാത്രം, അതായത് ഈ കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞതിന് പിന്നിൽ മറ്റ് പ്രകോപനമൊന്നുമില്ല. ഇവർക്ക് ഈ മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാൾ നടത്തുന്ന അക്രമ സ്വഭാവമുള്ള ഒരു നടപടി, അങ്ങനെ മാത്രമാണ് പോലീസ് നൽകുന്ന വിവരം. ഇതിനു മുൻപ് സമാനമായ രീതിയിൽ എപ്പോഴെങ്കിലും ഈ കുഞ്ഞിനെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഈ ബിന്ദു എന്ന കാര്യത്തിലടക്കം വ്യക്തമായ വിവരങ്ങളൊന്നും പോലീസ് നൽകിയിട്ടില്ല. എന്തായാലും അവർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. സ്വാഭാവികമായി ആ കുടുംബത്തിലുള്ള ഈ കുഞ്ഞിന്റെ മാതാവിൽ നിന്ന് അടക്കം വിശദമായി മൊഴിയെടുക്കും. പക്ഷേ ഇപ്പോൾ അത്തരമൊരു നടപടികളിലേക്ക് കടക്കുന്നതിന് പോലീസിന് പരിമിതിയുണ്ട്. കാരണം കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് കുടുംബാംഗങ്ങൾ. അതിനിടയിൽ വിശദമായി അവരെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുള്ള ഒരു പരിമിതി പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നേരത്തെ ഇത്തരം എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തമായ വിവരങ്ങളൊന്നും പോലീസ് പങ്കുവെക്കുന്നില്ല. പക്ഷേ വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ വെളുപ്പിൽശാലയ്ക്ക് സമീപം സൈമൺ റോഡിൽ നിന്ന് ഞെട്ടലോടെ കേൾക്കേണ്ടി വന്നിരിക്കുന്നത്. ടോം, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് തന്നെ ഒരമ്മ സ്വന്തം കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് ക്രൂരമായി കൊലപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ അമ്മയുടെ സഹോദരിയാണ്, മാനസിക അസ്വാസ്ഥ്യമുള്ള അമ്മയുടെ സഹോദരിയാണ് 1.5 വയസ്സുകാരനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന വാർത്ത പുറത്തു വരുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.